ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിനോട്ടോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അത് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ പലർക്കും ഇപ്പോൾ യു എ റൂളിനനുസരിച്ച് നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്യില്ല. അപ്പോൾ എമറൈസ് ഐ ഡി കയ്യിലില്ലെങ്കിൽ നമുക്ക് നമ്മുടെ എമറൈസ് ഐ ഡി എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് പറ്റിയാണ് വീഡിയോ. അതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗൂഗിൾ ക്രോം ആയത് ബ്രൗസർ എന്ന് വെച്ചാൽ അത് ഓപ്പൺ ആക്കുക. ICP സ്മാർട്ടിൻ്റെ ഈ സർവീസ് വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ 3 ബാർ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ആ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് വേണ്ട പബ്ലിക് സർവീസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പബ്ലിക് സർവീസ് ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് പോകുമ്പോൾ കുറേ ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ കുറേ സ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ നമുക്ക് മോർ സർവീസ് എന്ന് പറയണം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അന്നേരം കുറേ ഓപ്ഷൻസ് നമുക്ക് സർവീസുകൾ റിലേറ്റഡ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമുക്ക് മോഡിലേക്ക് പോകുമ്പോൾ എമറൈസ് ഐ ഡി QR കോഡ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അന്നേരം ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് ഓപ്പൺ ആവുന്നത്. അന്നേരം നമുക്ക് 2 ഓപ്ഷനാണ്, മൊബൈൽ നമ്പർ വെച്ചോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ വെച്ചോ. പേഴ്സണൽ ഇൻഫർമേഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നാഷണാലിറ്റി ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ എമറൈസ് നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്ന പാസ്പോർട്ട് ടൈപ്പാണ്. സാധാരണ നോർമലി എല്ലാവരും ഓർഡിനറി പാസ്പോർട്ടാണ്. നിങ്ങളുടെ പാസ്പോർട്ട് ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് പാസ്പോർട്ട് നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ പാസ്പോർട്ട് നമ്പറും നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാസ്പോർട്ട് നമ്പർ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. മാസം, ഡേറ്റ്, ഇയർ എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ മെയിലാണോ ഫീമെയിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കേസാണ് സ്പോൺസർ നമ്പർ. സ്പോൺസർ നമ്പർ പലർക്കും ആർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പക്ഷേ നമുക്കത് ബ്ലാങ്ക് ആയിട്ട് ഇടാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസർ നമ്പർ അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് 0 എന്നൊന്ന് എൻ്റർ ചെയ്യുക. കാരണം നമുക്കത് ബ്ലാങ്ക് ആയിട്ട് ഇടാൻ പറ്റില്ല. 0 എന്ന് എൻ്റർ ചെയ്ത ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഒന്ന് എൻ്റർ ചെയ്യാതിരിക്കണേ, ഇത് റിക്വയർഡ് ഫീൽഡാണ്, അതുകൊണ്ട് എറർ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് 0 എൻ്റർ ചെയ്ത ശേഷം താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്കിവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒരു ഫ്യൂ സെക്കൻഡ് എടുക്കും അത് ലോഡായി വരാം. നിങ്ങൾ നെറ്റ്വർക്ക് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അന്നേരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ അവിടെ നമുക്ക് നമ്മുടെ എമറൈസ് ഐ ഡി ഡീറ്റെയിൽ, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. ഇനി നിങ്ങൾക്ക് QR കോഡും ലഭിക്കും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. എമറൈസ് ഐ ഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഓപ്ഷനുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് നിങ്ങളുടെ മെയിലിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൽ ID ഇവിടെ അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് മെയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.